അമ്മയ്ക്ക് നടക്കാൻ വയ്യായല്ലോ. 2 ദിവസത്തിനുള്ളിൽ അമ്മയെ ഞാൻ ഇവിടുന്ന് കോഴഞ്ചേരിയിലേക്ക് നടത്താം എന്നുള്ള ഉറപ്പ് കൊടുത്തു. ഇതൊന്ന് കെട്ടിത്തരാം, അതിനുശേഷം സംസാരിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഈ മാഗ്നറ്റിക് ബെൽറ്റ് ഈ അമ്മയ്ക്ക് കെട്ടിക്കൊടുത്തു. ഇത് നിങ്ങളുടെ ദേഹത്ത് ഇത് ഉപയോഗിച്ച് ഇനിയും വേറൊരു രോഗിയുടെ ദേഹത്ത് ഇത് ഉപയോഗിക്കാൻ സാധിക്കില്ല, അതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ പൈസ തന്നേ മതിയാവൂ എന്ന് പറഞ്ഞ് ബഹളമായി. ഈ 5000 രൂപ പെട്ടെന്ന് ഈ അമ്മയുടെ തട്ടിപ്പറിച്ചിട്ട് അതിവേഗം ബുള്ളറ്റിൽ കയറി രക്ഷപ്പെടുക ചെയ്തു. നമസ്കാരം. നടക്കാൻ പറ്റാത്തയാളെ നടത്തിച്ചു നൽകാമെന്ന് പറഞ്ഞ വ്യാജ മാഗ്നറ്റ് ബെൽറ്റ് നൽകി വയോധികയിൽ നിന്നും പണം തട്ടിയെടുത്തു. പത്തനംതിട്ട ചെറുകോൽ സ്വദേശിയായ വയോധികയ്ക്കാണ് പണം നഷ്ടമായത്. ഈ തട്ടിപ്പുകാരൻ്റെ CCTV ദൃശ്യങ്ങളടക്കം ആറന്മുള പോലീസിൽ വീട്ടുകാർ പരാതി നൽകിയിരിക്കുകയാണ്. ഈ സമയം വയോധികയും വീട്ടുജോലിക്കാരിയും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. ഈ സംഭവത്തെപ്പറ്റി ചെറുകോൽ ഗ്രാമപഞ്ചായത്ത് അംഗമായ പ്രദീപ് ചെറുകോൽ നമ്മളോട് പ്രതികരിക്കുകയാണ്. എന്തായിരുന്നു ആ സംഭവം? നമ്മുടെ ഈ പ്രദേശത്തെ ഇത്തരം തട്ടിപ്പുകളൊക്കെ വളരെ കുറച്ചായി. പക്ഷെങ്കിൽ ഇത് വളരെ സങ്കടകരമായ ഒരു കാര്യമായിപ്പോയി. ഒരു വയോധികയായ അമ്മ മാത്രം താമസിക്കുന്ന ഒരു വീട്ടിൽ, ആ വീട്ടിലേക്ക് ഇദ്ദേഹം ഒരു ബുള്ളറ്റ് മോട്ടോർ സൈക്കിളിൽ ചെല്ലുകയും ചെന്നതിന് ശേഷം അമ്മയെ വളരെ ചിരകാല പരിചയമുള്ള രീതിയിൽ അമ്മയോട് സംസാരിക്കുകയും സംസാരിച്ചതിന് ശേഷം ഇവിടെ അടുത്ത് വേറെ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ആളെ രോഗബാധിതനായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തെ ഞാൻ 2 ദിവസം കൊണ്ട് നടത്തിക്കുക, ഇപ്പോൾ പകുതിയൊക്കെ നടക്കാൻ തുടങ്ങി എന്ന് അവരോട് പറഞ്ഞു. ആ ആളിൻ്റെ പേരും അമ്മയുടെ പേരും ഒക്കെ പറഞ്ഞതുകൊണ്ടാണ് അവരാണ് പറഞ്ഞ് ഇവിടേക്ക് എന്നെ വിട്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ആ അമ്മയ്ക്കൊരു വിശ്വസ്തയായി ഇയാളെ സംബന്ധിച്ചിട്ട്. അപ്പോൾ അതിനുശേഷം ഇയാൾ പറഞ്ഞു, ഇന്ന സാധനങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, അമ്മയ്ക്ക് നടക്കാൻ വയ്യായല്ലോ, 2 ദിവസത്തിനുള്ളിൽ അമ്മയെ ഞാൻ ഇവിടുന്ന് കോഴഞ്ചേരിയിലേക്ക് നടത്താം എന്നുള്ള ഉറപ്പ് കൊടുത്തു. ഉറപ്പ് കൊടുത്തിട്ട് അതിവേഗം കാൽപാദങ്ങൾ വെക്കാനുള്ള ഒരു ഇലക്ട്രോണിക് ഡിവൈസ് കൊടുത്തു. കൂടാതെ ഒരു മാഗ്നറ്റിക് ബെൽറ്റ് കൊടുത്തു, ഒരു റോപ്പ് കൊടുത്തു, പിടിച്ച് വലിക്കാൻ കൈക്കൊക്കെ ആയാസം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റോപ്പ് കൊടുത്തു. ഇതൊക്കെ കൊടുക്കുന്നതിനിടയ്ക്ക് അമ്മയ്ക്ക് സംശയം ഉണ്ടായതിന് ശേഷം അമ്മ പറഞ്ഞു, എൻ്റെ മകനോട് ഞാനൊന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മകനെ ഫോൺ ചെയ്തു. ഫോൺ ചെയ്ത സമയത്ത് ഇദ്ദേഹം അവരെ ഫോണിൽ സംസാരിക്കാൻ സമ്മതിക്കില്ല. ഇദ്ദേഹം വാ വെക്കുക, ഒച്ച വെക്കുക, നിർത്തമ്മേ എന്ന് പറയുക, ഇതൊന്ന് കേൾക്കമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒച്ച വെച്ചതിന് ശേഷം അവരുടെ സംസാരത്തെ വിലക്കിയതിന് ശേഷം പറഞ്ഞു, ഞാൻ ഇതൊന്ന് കെട്ടിത്തരാം, അതിന് ശേഷം സംസാരിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഈ മാഗ്നറ്റിക് ബെൽറ്റ് ഈ അമ്മയ്ക്ക് കെട്ടിക്കൊടുത്തതിന് ശേഷം പറഞ്ഞു, എൻ്റെ പൈസ തരണം എന്ന് പറഞ്ഞാൽ അമ്മ പറഞ്ഞു, ഞാനിത് വാങ്ങിയില്ലല്ലോ, നിങ്ങളിത് തിരിച്ചെടുത്തോളൂ എന്ന് പറഞ്ഞ സമയത്ത് ഇത് നിങ്ങളുടെ ദേഹത്ത് ഇത് ഉപയോഗിച്ച് ഇനിയും വേറൊരു രോഗിയുടെ ദേഹത്ത് ഇത് ഉപയോഗിക്കാൻ സാധിക്കില്ല, അതുകൊണ്ട് നിങ്ങളതിൻ്റെ പൈസ തന്നേ മതിയാവൂ എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയപ്പോൾ ഈ അമ്മ പരിഭ്രമിച്ചു പോയി. അമ്മയുടെ കൂടെ സഹായിയായ ഒരു അമ്മയും കൂടെ ഉണ്ട്. ആ അമ്മ ഇത്തിരി പ്രായമുള്ള ആളാണ്. അപ്പോൾ ആ അമ്മയും കൂടെ വന്നതിന് ശേഷം എന്നിട്ട് ഈ അമ്മ പറഞ്ഞു, ഞാൻ ഫോൺ ചെയ്യട്ടെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോയപ്പോൾ ഇയാൾ കൂടെ ചെന്നിട്ട് കൂടുതൽ ഈ ഫോൺ ചെയ്യാതിരിക്കത്തക്ക രീതിയിലുള്ള വിവിധ സംസാരങ്ങൾ കൊണ്ടുവന്നു. അതിനുശേഷം 5000 രൂപ പെട്ടെന്ന് തരൂ എന്ന് ചോദിച്ചു. ഇതനുസരിച്ചിട്ട് അമ്മ ഈ പേഴ്സിൽ നിന്ന് എടുക്കുന്ന ഉൾപ്പെടെ ഇയാൾ കണ്ടു, എവിടെയാണ് ഇവർ പൈസ വെച്ചിരിക്കുന്നതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടു. അപ്പോഴത്തേക്ക് മറ്റേ അമ്മ വന്നിട്ട് ഈ ഫോൺ എടുത്ത് വേറൊരാളെ വിളിക്കാനായി ശ്രമിക്കുമ്പോൾ വേണ്ട ഫോൺ ചെയ്യേണ്ട, നിങ്ങൾ ഫോൺ ഓഫ് ചെയ്യൂ എന്ന് പറഞ്ഞ് താഴെ വെച്ചു. ബലമായി വെപ്പിക്കുന്ന രീതി വെച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം ഈ 5000 രൂപ പെട്ടെന്ന് ഈ അമ്മയുടെ തട്ടിപ്പറിച്ചിട്ട് അതിവേഗം ബുള്ളറ്റിൽ കയറി രക്ഷപ്പെടുക ചെയ്തു. ഈ അമ്മയ്ക്ക് ഈ സാധനം കൊണ്ട് യാതൊരു ഉപയോഗം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യം എനിക്കറിയില്ല, എങ്കിൽ പോലും ഞാനത് കണ്ടു, ഞാൻ ആ വീട്ടിൽ പോയിരുന്നു. പക്ഷേങ്കിൽ അതൊരു കേവലം ഒരു ബെൽറ്റ്, ഒരു മാഗ്നറ്റിക് ബെൽറ്റും കാല് വെക്കാവുന്ന ഒരു പാഡുമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് പക്ഷേ ഒരു ദാരുണമായ സംഭവം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം അവിടുന്ന് അയാൾ 5000 രൂപ തട്ടിയെടുത്തുള്ളൂ. പക്ഷേ മറ്റെന്തെങ്കിലും ഇവിടെ വീടിനുള്ളിലേക്ക് ഇയാൾ കടന്നു ചെല്ലുക, ഈ അമ്മ മാത്രമുള്ള വീടിനുള്ളിലേക്ക് കടന്നു ചെല്ലുക. അപ്പം കൂടുതൽ സാധനങ്ങൾ ഉണ്ടായിരുന്ന എന്ത് സ്ഥിതി എന്ന് പറയാനൊക്കെ ഇല്ല. ഒരു പക്ഷേ സ്വർണ്ണമുണ്ടോ, ഇപ്പോഴത്തെ സമയത്ത് ഒരു പവൻ പോയാൽ പോലും 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ വരും. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെ ഇതെന്ത് സംഭവിക്കും? ഇങ്ങനെ ഒരു വീട്ടിൽ കയറി ഇങ്ങനെ അതിക്രമിച്ച് കയറിയ പോലെ ആയിപ്പോയി. ഇതൊരു സാധനം വിൽക്കാനാണ്, ഉപജീവന മാർഗ്ഗത്തിന് പലതും വിൽക്കാൻ പല ആൾക്കാരും നടക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ഒരു വീട്ടിൽ അതിക്രമിച്ച് കയറി പോലെ ഒരു സംഭവമായിപ്പോയി. അവരുടെ പൈസയും തട്ടിയെടുത്ത് ഇയാളെ അറസ്റ്റ് ചെയ്യേണ്ടത് തീർച്ചയായും ആവശ്യമാണ്. ഇത്തരം സംഭവങ്ങൾ മേലിൽ നമ്മുടെ പ്രദേശത്ത് ആവർത്തിക്കാതിരിക്കേണ്ടതാണ്. തീർച്ചയായും പോലീസ് കണ്ടുപിടിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. CCTV ഫോട്ടോ ഞാൻ കണ്ടു. ഫോട്ടോ കണ്ടപ്പോൾ തലയിൽ ഒരു കെട്ടുവെച്ചിട്ടുണ്ട്. എനിക്കൊന്ന് ആളെ ഐഡൻറ്റിഫൈ ചെയ്യാതിരിക്കാനായിരിക്കും അവർ. പക്ഷേങ്കിൽ അത് കണ്ടു. അവർ പോലീസിൽ വ്യത്യാസം ഞാനും കൂടെ പറഞ്ഞ് പോലീസിൽ പരാതി കൊടുത്താട്ട് എന്ന് പറഞ്ഞ് അതനുസരിച്ച് അവർ പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസ് കണ്ടെത്തുമെന്നാണ് കരുതുന്നത്. ഈ നാട്ടിൽ ഒന്നും മുൻപരിചയമുള്ള ആളല്ല, ഞാൻ ഇതുവരെ അദ്ദേഹത്തെ കണ്ടില്ല. ഈ നാട്ടിലുള്ള ഒരുമാതിരിപ്പെട്ട ചെറുകോലിലെ എല്ലാ ആൾക്കാരെയും എനിക്ക് പരിചയമുണ്ട്, എനിക്ക് അറിയാൻ സാധിക്കും കണ്ടാൽ ഒരുമാതിരിപ്പെട്ട ആൾക്കാരെ. പക്ഷേ ഞാൻ ഈ നാട്ടിൽ കണ്ടില്ല, മറ്റേ എവിടെയും ഞാൻ അങ്ങനെ കണ്ടതായിട്ട് ഓർക്കുന്നില്ല. ആദ്യമേ 5000 എന്നുള്ള അഡ്വാൻസ് ഒന്നും നിലയില്ല, ബാക്കി തുക വാങ്ങാൻ പിന്നീട് വരുമെന്നാണ്. അതെ 5000 അഡ്വാൻസ് ആണ്, ബാക്കി തുക പിന്നീട് തന്നാൽ മതി. 15000 രൂപ മറ്റോ ആണെന്ന് തോന്നുന്നു പറഞ്ഞത്. അത് വാങ്ങാൻ ഞാൻ പിന്നെ വരും, അത് പിന്നെ തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഇയാൾ വന്ന വഴിക്ക് ഓപ്പോസിറ്റായിട്ടുള്ള വഴിയിലൂടെയാണ് പോയത്.
സമാനമായിട്ട് ഈ വാർഡിലുള്ള വീടുകളൊക്കെ കയറിയതായിട്ടുള്ള വിവരങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ടോ? അങ്ങനൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ വേറെ എങ്ങും കയറിയതായിട്ട് അങ്ങനെ അറിഞ്ഞിട്ടില്ല. ശരിക്കും ഇയാളെ കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത്തരത്തിൽ പല ഇടങ്ങളിലുമൊക്കെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടാവാം. പ്രായമായ ആളുകളെ ലക്ഷ്യം വെച്ചാണ് ഇവർ വീട്ടിലേക്ക് വരുന്നത്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ഇത്തരത്തിൽ വ്യാജമായ ഉപകരണങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഈ പണം വാങ്ങിയെടുക്കുകയാണ്. ഇപ്പോൾ ഈ മെമ്പർ പറയുന്നത് വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി എന്നാണ് പറയുന്നത്. മാത്രമല്ല ഭീഷണിപ്പെടുത്തുന്ന തരത്തിലാണ് പണം വാങ്ങിയെടുത്തത്. ഇത് നിങ്ങൾ വാങ്ങിയതാണ് എന്ന് പറഞ്ഞ് 5000 രൂപ ഉടൻ നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തി കൂടിയാണ് ഈ പ്രായമായ അമ്മയിൽ നിന്നും പണം വാങ്ങി ഇയാൾ മുങ്ങിയത്. ഏതായാലും ആറന്മുള പോലീസ് ഈ സംഭവത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട്. ഈ പ്രതിയെ ഉടൻ തന്നെ പിടികൂടുമെന്നാണ് നാട്ടുകാർ പ്രതീക്ഷിക്കുന്നത്. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, പത്തനംതിട്ട.